ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഇപ്പം 5 മണിയാകുമ്പോഴേക്കും അവൻ എത്തുമ്പോഴേക്കും ഇങ്ങനെ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് ബൈ എന്നുള്ളത്. ബൈ ദ ടൈം എന്നും പറയും, ബൈ എന്നും പറയാറുണ്ട് അല്ലേ. അപ്പൊ ഈ ബൈ എപ്പോഴാണ് യൂസ് ചെയ്യുക, ബൈ ദ ടൈം എപ്പോഴാണ് യൂസ് ചെയ്യുക, ഡെയിലി ലൈഫ് സെന്റൻസുകളിൽ എങ്ങനെയെല്ലാം യൂസ് ചെയ്യാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ 10 മിനിറ്റിനുള്ളിൽ നീ എഴുതി തീർക്കണം, അതുപോലെ 5 മിനിറ്റിനുള്ളിൽ നീ ഇവിടെ എത്തണം. ഇങ്ങനെ പല കാര്യങ്ങളും ഒരു ടൈമിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ പറയാറുണ്ട് അല്ലെ. അവിടെ നമ്മൾ വിത്തിൻ എന്നും യൂസ് ചെയ്യാറുണ്ട്, എന്നും യൂസ് ചെയ്യാറുണ്ട്. ഇതും നമ്മൾ എപ്പോഴൊക്കെ എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോ നമുക്ക് അങ്ങനെയുള്ള ചില സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് 1 മണിയാകുമ്പോഴേക്കും ബസ് വരും അല്ലെ. 1 മണിയാകുമ്പോഴേക്കും ബസ് വരും. ഇവിടെ ഒരു ടൈം ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് പറയണം? ബസ് വിൽ അറൈവ് ബൈ 1 o'clock. ദ ബസ് വിൽ അറൈവ് ബൈ 1 o'clock. ഇവിടെ നമ്മൾ ബൈ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 7 മണിയാകുമ്പോഴേക്കും അവൾ പോകും. 7 മണിയാകുമ്പോഴേക്കും അവൾ പോകും. ഇവിടെയും ഒരു ടൈം ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. She will leave by 7 o'clock. She will leave by 7 o'clock. 7 മണിയാകുമ്പോഴേക്കും അവൾ പോകും. ഓക്കെ. 5 മണി ആയപ്പോഴേക്കും അവൻ വന്നു. 5 മണി ആയപ്പോഴേക്കും അവൻ വന്നു. ഇവിടെ കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയുന്നത്. അവിടെയും ടൈം ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. He arrived by 5 o'clock. He arrived by 5 o'clock. അപ്പൊ ഈ ടൈം പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ബൈ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. He arrived by 5 o'clock. ഓക്കെ. 3 മണിയായപ്പോഴേക്കും ബസ് പോയി. 3 മണിയായപ്പോഴേക്കും ബസ് പോയി. ഇതും കഴിഞ്ഞൊരു കാര്യമാണ്. ദ ബസ് ലെഫ്റ്റ് ബൈ 3 o'clock. ദ ബസ് ലെഫ്റ്റ്, ബസ് പുറപ്പെട്ടു, ബൈ 3 o'clock. 3 മണി ആയപ്പോഴേക്കും. ഓക്കെ. രാത്രിയാകുമ്പോഴേക്കും എനിക്ക് പോകണം. രാത്രിയാകുമ്പോഴേക്കും എനിക്ക് പോകണം. ഐ ഹാവ് ടു ലീവ് ബൈ ടുനൈറ്റ്. ഐ ഹാവ് ടു ലീവ് ബൈ ടുനൈറ്റ്. എനിക്ക് രാത്രിയാകുമ്പോഴേക്കും പോകണം. ഇനി വേണമെങ്കിൽ ഇങ്ങനെയും പറയാട്ടോ. ഐ ഹാവ് ടു ലീവ് ബൈ നൈറ്റ് ഫോൾ എന്നും പറയാം, ടുനൈറ്റ് എന്നും പറയാട്ടോ. എനിക്ക് രാത്രിയാകുമ്പോഴേക്കും പോകണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബൈ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടൈമിന്റെ മുമ്പിലാണ്. ഇപ്പം ബൈ 4 o'clock, ബൈ 6 o'clock, അല്ലെങ്കിൽ ബൈ എന്ന് പറഞ്ഞിട്ട് ടുനൈറ്റ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ബൈ ഈവനിങ് എന്നൊക്കെ പറയുമല്ലോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൈ യൂസ് ചെയ്യുന്നത്. ഇനി ബൈ ദ ടൈം യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെർബ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇവയുടെ കൂടെയാണ് നമ്മൾ ബൈ ദ ടൈം എന്ന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പരീക്ഷ തുടങ്ങുമ്പോഴേക്കും എനിക്ക് പഠിക്കണം. ഇവിടെ തുടങ്ങുമ്പോഴേക്കും ഒരു വെർബ് അല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് പഠിക്കണം. ഐ ഹാവ് ടു സ്റ്റഡി ബൈ ദ ടൈം ദ എക്സാം സ്റ്റാർട്ട്സ്. I have to study by the time the exam starts. എക്സാം തുടങ്ങുമ്പോഴേക്കും എനിക്ക് പഠിക്കണം. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ഒരു വെർബാണ്. വെർബിന്റെ മുമ്പിലാണ് നമ്മൾ ബൈ ദ ടൈം എന്ന് യൂസ് ചെയ്യേണ്ടത്. അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും എനിക്ക് ഷർട്ട് അയൺ ചെയ്യണം. അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും എനിക്ക് ഷർട്ട് അയൺ ചെയ്യണം. എങ്ങനെ പറയാ? ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർബാണ് വന്നിട്ടുള്ളത്. സോ ഐ ഹാവ് ടു അയൺ മൈ ഷർട്ട്. എനിക്ക് ഷർട്ട് അയൺ ചെയ്യണം. ബൈ ദ ടൈം ഷി മേക്സ് ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാവ് ടു അയൺ മൈ ഷർട്ട് ബൈ ദ ടൈം ഷി മേക്സ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. നമ്മൾ പറയാണ് ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് ലഞ്ച് റെഡിയാക്കണം. ഇവിടെ നമ്മൾ ബൈ ആണോ ബൈ ദ ടൈം ആണോ യൂസ്? ബൈ ദ ടൈം ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് തെറ്റല്ല. പക്ഷെ ഇവിടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബൈ എന്നാണ്. ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് ലഞ്ച് റെഡിയാക്കണം. ഉച്ചയാകുമ്പോഴേക്കും എന്നതൊരു ടൈമാണ്. അപ്പം ഐ ഹാവ് ടു പ്രിപ്പയർ ലഞ്ച് ബൈ നൂൺ. ഐ ഹാവ് ടു പ്രിപ്പയർ ലഞ്ച് ബൈ നൂൺ. ഓക്കെ. അതിനിടയിൽ ഞാൻ ഈ ഒരു സെന്റൻസ് പറഞ്ഞത് ഇവിടെയാണ് നമ്മൾ ബൈ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഉച്ച, രാവിലെ, വൈകുന്നേരം, രാത്രി, അതുപോലെ 5 മണി, 6 മണി, ഇങ്ങനെ ടൈം പറയുന്ന സമയത്തൊക്കെ നമ്മൾ ബൈ എന്ന് യൂസ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. അതുപോലെ ഒരു വെർബോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റോ ഒക്കെ പറയുകയാണെങ്കിൽ ബൈ ദ ടൈം എന്ന് യൂസ് ചെയ്യാം. ബൈ ദ ടൈം ഇവിടെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഇരുട്ടായിരിക്കും. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഇരുട്ടായിരിക്കും. സബ്ജക്റ്റിന്റെ കൂടെ ഒരു വെർബാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബൈ ദ ടൈം ഐ ഗെറ്റ് ഹോം. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ഡാർക്ക്.
ബൈ ദ ടൈം ഐ ഗെറ്റ് ഹോം ഇറ്റ് വിൽ ബി ഡാർക്ക്. ഓക്കെ, അവൾ എത്തുമ്പോഴേക്കും ഞങ്ങൾ തയ്യാറായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ റെഡി ആയിരിക്കും എന്ന് പറയാറുണ്ടല്ലോ. ബൈ ദ ടൈം ഷീ അറൈവ്സ്, ബൈ ദ ടൈം ഷീ അറൈവ്സ് we will be ready. Okay, പരീക്ഷ തുടങ്ങുമ്പോഴേക്കും ഞാൻ റിവിഷൻ പൂർത്തിയാക്കിയിരിക്കും. പരീക്ഷ തുടങ്ങുമ്പോഴേക്കും ഞാൻ റിവിഷൻ പൂർത്തിയാക്കിയിരിക്കും. ഇവിടെ ഞാൻ ചെയ്തിരിക്കും എന്നുള്ളതാണ് അല്ലെ. ഇവിടെ പരീക്ഷ തുടങ്ങുമ്പോഴേക്കും എന്നാണ്. സോ ബൈ ദ ടൈം the exam starts I will have finished my revision. By the time the exam starts I will have finished my revision. പരീക്ഷ തുടങ്ങുമ്പോഴേക്കും ഞാൻ എൻ്റെ റിവിഷൻ പൂർത്തിയാക്കിയിരിക്കും. ഓക്കെ, അവൻ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഉറങ്ങിയിരിക്കും. അവൻ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഉറങ്ങിയിരിക്കും. അപ്പൊ ഇവിടെ അവൻ തിരിച്ചു വരുമ്പോഴേക്കും എന്നുള്ള ഒരു സബ്ജക്റ്റും വെർബും ഒന്നായിട്ടാണ് അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. സോ നമുക്ക് ബൈ ദ ടൈം ഹി കംസ് ബാക്ക്, അവൻ തിരിച്ചു വരുമ്പോഴേക്കും ഐ വിൽ ബി അസ്ലീപ് അല്ലേ. ബൈ ദ ടൈം ഹി കംസ് ബാക്ക് ഐ വിൽ ബി അസ്ലീപ്. ബസ് എത്തുമ്പോഴേക്കും ഞങ്ങൾ സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നുണ്ടാകും. ബസ് എത്തുമ്പോഴേക്കും ഞങ്ങൾ സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നുണ്ടാകും. എങ്ങനെ പറയും? ബൈ ദ ടൈം ദ ബസ് അറൈവ്സ്. ബസ് എത്തുമ്പോഴേക്കും എന്നാണ് അല്ലെ. ബസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ബൈ ദ ടൈം ദ ബസ് അറൈവ്സ് വി വിൽ ബി വെയിറ്റിംഗ് അറ്റ് ദ സ്റ്റോപ്പ്. നീ എന്നെ വിളിക്കുമ്പോഴേക്കും ഞാൻ ജോലി സ്ഥലത്തായിരിക്കും. എങ്ങനെ പറയാ? ബൈ ദ ടൈം യു കോൾ മീ ഐ വിൽ ബി അറ്റ് വർക്ക്. By the time you call me, I will be at work. Okay. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടാകേക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയേക്കാം. ഒരു സാധ്യതയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സോ ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ മേ ഹാവ് ലെഫ്റ്റ്. ദ ട്രെയിൻ മേ ഹാവ് ലെഫ്റ്റ്. ട്രെയിൻ പോയേക്കാം. ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ മേ ഹാവ് ലെഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ തരാം. അതിനുശേഷം നമുക്ക് വിത്തിനും ഇന്നും എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് 2-3 സെന്റൻസ് പറയാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ശനിയാഴ്ചയാകുമ്പോഴേക്കും എനിക്ക് ഫയൽ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ ശനിയാഴ്ച എന്നുള്ളതും ഒരു ടൈമാണ് അല്ലെ. ഒരു ദിവസമായാലും നമ്മളൊരു ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെ പറയും എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ശനിയാഴ്ച എന്ന് പറയുന്നത് ഒരു ടൈമാണ്. സോ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഓക്കെ, നെക്സ്റ്റ്, കുട്ടികൾ പഠിച്ചു കഴിയുമ്പോഴേക്കും അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു. ഇനി നമുക്ക് വിത്തിൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ, 4 മണിക്കുള്ളിൽ ഞാൻ എവിടെ എത്തും. ഇവിടെ ഒരു ഉറപ്പ് തരികയാണ് നമ്മൾ. 4 മണിക്കുള്ളിൽ ഞാൻ ഇവിടെ എത്തിയിരിക്കും എന്ന് പറയാറുണ്ടല്ലോ. ഐ വിൽ റീച്ച് ദർ. ഞാൻ ഇവിടെ എത്തിയിരിക്കും വിത്തിൻ 4 hours. ഐ വിൽ റീച്ച് ദർ വിത്തിൻ 4 hours. ഇവിടെ 4 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കുള്ളിൽ എന്നാണ് കേട്ടോ. 1 മണിക്കുള്ളിൽ എനിക്ക് ഭക്ഷണം വേണം. 1 മണിക്കുള്ളിൽ എനിക്ക് ഭക്ഷണം വേണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 1 മണിക്കുള്ളിൽ, 2 മണിക്കുള്ളിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 2 hours, an hour എന്നൊക്കെയാണ് പറയേണ്ടത് കേട്ടോ. ഇവിടെ മണിക്കുള്ളിൽ എന്ന് പറയുമ്പോൾ വിത്തിൻ an hour, വിത്തിൻ 2 hours എന്നൊക്കെ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ 1 മണിക്കുള്ളിൽ എനിക്ക് ഭക്ഷണം വേണം, എന്റെ ആവശ്യമാണല്ലോ. ഐ നീഡ് ഫുഡ് വിത്തിൻ an hour. ഐ നീഡ് ഫുഡ് വിത്തിൻ an hour. എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ എന്നല്ല ഉദ്ദേശിച്ച് 1 മണിക്കുള്ളിൽ എനിക്ക് ഭക്ഷണം വേണം. ഓക്കെ, 1/2 മണിക്കൂറിനുള്ളിൽ നീ ഇവിടെ എത്തണം. ഇവിടെ മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്. 1/2 മണിക്കൂറിനുള്ളിൽ നീ ഇവിടെ എത്തണം. യു ഹാവ് ടു ബി ഹിയർ വിത്തിൻ ഹാഫ് an hour. 1/2 മണിക്കൂറിനുള്ളിൽ നീ ഇവിടെ എത്തണം. ഓക്കെ, 10 മിനിറ്റിനുള്ളിൽ നീ ഇത് എഴുതണം എന്ന് പറയുകയാണെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ നീ ഇത് എഴുതണം. അപ്പൊ ഈ വിത്തിൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു കാര്യം അതിനുള്ളിൽ തീർക്കണം എന്നുള്ള സിറ്റുവേഷനിലാണ് കേട്ടോ. അവിടെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പാടില്ല. യു ഹാവ് ടു റൈറ്റ് ഇറ്റ്സ് വിത്തിൻ 10 minutes. 10 മിനിറ്റിനുള്ളിൽ നീ ഇത് എഴുതണം എന്നുള്ളത്. 5 മിനിറ്റിനുള്ളിൽ എനിക്ക് ചായ വേണം എന്നെങ്ങനെ പറയും ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് ചായ വേണം. അവിടെ ആ മിനിറ്റിനുള്ളിൽ അവിടെ കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. അവിടെ നമ്മൾ വിത്തിൻ എന്ന് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇനി നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നതോ, 4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും. അതായത് ഈ ഒരു സമയപരിധി ഒന്നും പറഞ്ഞിട്ടില്ല. 4 മണിക്കൂർ കഴിഞ്ഞ് എപ്പോഴും ഞാൻ അവിടെ എത്തും എന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ ബി ദർ ഇൻ 4 hours. ഐ വിൽ ബി ദർ ഇൻ 4 hours അല്ലെ. അവിടെ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാം, കാരണം നമ്മൾ ഒരു സമയപരിധി അവിടെ നിശ്ചയിച്ചിട്ടില്ല. ഓക്കെ, 1 മണി കഴിഞ്ഞ് അവൻ വരും എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ബൈ എങ്ങനെ യൂസ് ചെയ്യാം, ബൈ ദ ടൈം എങ്ങനെ യൂസ് ചെയ്യാം,
അതുപോലെ തന്നെ വിത്തിൻ, ഇൻ ഇവ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കേട്ടോ. ഞാൻ തന്ന സെന്റൻസുകളൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് പഠിച്ചതിന് ശേഷം കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.